പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 17 ഞായറാഴ്ചയാണ്, കർത്താവിൻ്റെ ദിവസം. അതായത് ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തങ്ങളുടെ ഡിഗ്രീസാണ് ഇന്ന് കാണുന്നത്. മറിയത്തിൻ്റെ വിശ്വാസത്തിലാണ് മറിയം ദൈവമാതാവായി മാറുന്നത്. നമുക്കറിയാം, ഒരു പൈതൽ ദൈവപൈതലായി മാറുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ? അപ്പോൾ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം ഓർക്കുക. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ മാധ്യസ്ഥത്തിലാണ് ഈ നിയോഗം സമർപ്പിക്കേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ അവർ ഡെയിലി ബ്രെഡിലെ അതിൻ്റെ ക്രക്സായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴേ ആ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ആ തിരി കത്തിച്ചാൽ മതി. പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം കത്തിച്ചാൽ മതി. അത് കഴിയുമ്പോൾ അച്ഛൻ്റെ അതായത് ഈ അഭിഷേക പ്രാർത്ഥന നിൽക്കുന്നവരെ കത്തിക്കണത്രേ ഉള്ളൂ. ഈ കുരിശിഷ്ടം താഴെ വെച്ചാൽ അപ്പത്തേക്ക് തിരി ഊതിയിട്ട് സന്ദേശം കേൾക്കാൻ തുടങ്ങാം. ഓക്കെ? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, നിൻ്റെ മുറുക്കിടത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരചരണങ്ങളെ ആണിപ്പെടുത്തുകൾ ഓർത്തുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ പേരും നിന്റെ വലിയ വലതുകരം വെക്കണേ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കൾ ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി നിന്നെ അഭ്യസിപ്പിക്കുക എന്നൊക്കെയാണല്ലോ യേശു കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞത്. അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ സഞ്ചാര പദങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കണം. മുട്ടിന് നീര് വന്ന് കിടക്കുന്നവർ, ഇങ്ങനെ കിഡ്നിക്ക് അസുഖമുള്ളവർ, കരളിന് അസുഖമുള്ളവർ, എല്ലാവരെയും കർത്താവേ നിൻ്റെ തിരുമുറുവാർന്ന വലത് കർത്താവ് സ്പർശിക്കണമേ. ഇപ്പം എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരാ, അവിടെ രോഗം എന്തു തന്നെയായാലും ഇപ്പോഴും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം അവരെ സ്പർശിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ സൗഖ്യപ്പെടട്ടെ. കർത്താവേ, ഈ മക്കളുടെ ജീവിത വ്യാപാരങ്ങൾ, ജീവിത വിനിമയങ്ങൾ, സഞ്ചാര സന്ദർഭങ്ങൾ, അതുപോലെയുള്ള അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്തു തരേണ്ട ഉത്തരവാദിത്തങ്ങൾ, കർത്താവേ അവർ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സുപ്പീരിയേഴ്സ്, എല്ലാ വിഷയത്തിനും പേരും ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. സന്യസ്തരിൽ, സമർപ്പിതരിൽ, വൈദികരിൽ ആരെല്ലാം കർത്താവ് ഈ പ്രാർത്ഥനകൾക്ക് പങ്കെടുത്ത് കൂടുന്നുവോ അവരെല്ലാം ഇന്നത്തെ ദിവസം അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികമായ തീരുമാനമുണ്ടാകുകയും അവരെ ദൈവം അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അടയാളങ്ങൾ അവിടുന്ന് കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അടയാളങ്ങളുടെ സ്ഥിരീകരണം നൽകണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണല്ലോ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഈ കാലത്ത് കർത്താവ് നിങ്ങളെ സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശ് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരുവൂതി വെക്കാവേ. പ്രത്യക്ഷ പ്രാർത്ഥനയുടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. 20 യഥാകാലം പൂർത്തിയാകേണ്ട ഇവിടെയാണ് സക്കറിയ പണി മേടിക്കണത്. എന്താ പ്രശ്നം? സക്കറിയയുടെ എന്താ ദൂതൻ പറഞ്ഞത്? ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അല്ല, സക്കറിയയുടെ ദൈവം എന്താ പറഞ്ഞത്? അതായത് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ലൂക്ക 1:13. ലൂക്ക 1:13 ഈ മംഗളവാർത്ത, സക്കറിയായുടെ മംഗളവാർത്ത നടക്കുന്നത്. പക്ഷെ സക്കറിയായുടെ വിശ്വാസം ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതല്ല. കാര്യം അദ്ദേഹത്തിന്റെ റെസ്പോൺസ് മനസ്സിലാകുന്നത്. വായിച്ചത് സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. അപ്പൊ ഈ വാഗ്ദാനം സക്കറിയ സ്വീകരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ വാഗ്ദാനത്തിൽ പുള്ളിക്ക് ഡൗട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഭൗതിക സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. അതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ വളരാൻ ചെയ്യുന്ന ആള്, ഭാര്യയും പ്രായം കഴിഞ്ഞ ആളാണ്. അപ്പോൾ അത് ഭൗതിക സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി റീസണബിളായിട്ട് സിങ്ക് ആകുന്നില്ല, കൺകറൻസ് ആകുന്നില്ല. അപ്പോൾ സക്കറിയ ഒരു ബുദ്ധിജീവിയാണ് ശരിക്കും പറഞ്ഞത്, പാവപ്പെട്ടവൻ. അടുത്ത വായിച്ചേ. ദൂതൻ മറുപടി പറഞ്ഞു, എവിടെയാ പ്രശ്നം വേണ്ടത്? ദൈവവചനത്തിനോട് അഭ്യാസം കാണിക്കരുത്. ഒത്തിരി റീസൺ കയറ്റി വിട്ടുള്ള കുഴപ്പം എന്താണ്? ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഇയാളെന്താ പറഞ്ഞ? ഞാൻ വൃദ്ധനാണെന്ന് പറഞ്ഞു. എന്റെ മറുപടി കേട്ടില്ലേ? എന്താണ്? ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം, ഇവിടെ പ്രശ്നം, യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇപ്പൊ ആരുടെ വചനമാണിത്?
ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷെ മാലാഖ പറഞ്ഞത് എന്താണ്? എൻ്റെ വചനം എന്നാണ് പറയണത്. ഇപ്പോൾ യോഹന്നാൻ എഴുതിയ വചനമായാലും ആരുടെ വചനമാണത്? ദൈവത്തിൻ്റെ വചനമാണത്. ഇവരെല്ലാം മീഡിയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം യഥാകാലം നിർത്തി ദൈവത്തിൻ്റെ വചനം അനുസ്മരിച്ച് നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോട് വചനമെല്ലാം വാഗ്ദാനമല്ലേ, വാഗ്ദാനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുക, ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന കർത്താവ് നിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനും ഇപ്പം ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് നിനക്ക് അനുകൂലമാണെങ്കിൽ, ഭാവിയിൽ ഗുണമുണ്ട്, നിത്യജീവൻ ഉറപ്പാണെങ്കിൽ ദൈവം സഹായിക്കും. അതറിയണമെങ്കിലേ ഈ സക്കറിയായോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മറിയത്തോടും പറയണത്. അമ്മയോട് പറയണത് എന്താണ്? അത് നിങ്ങൾ അതെടുത്തേ. അതായത് ലൂക്ക 1:34. മറിയം ദൂതനോട് പറഞ്ഞു, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ ഈ സക്കറിയായും പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ഭാര്യ വയോവൃദ്ധയാണ്, ഞാനും പ്രായം കവിഞ്ഞ ആളാണെന്ന് പറഞ്ഞു. അമ്മയും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം അവിടുത്തെ വിഷയം. പക്ഷേ ദൈവം എന്ത് ചെയ്യാണ്? മറിയത്തിൻ്റെ വിശ്വാസം ദൈവം കറക്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. സക്കറിയായോട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മറിയത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നാണ് പറയണത്. എന്താണ്? അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ മറിയം എന്താ സക്കറിയനെ പോലെ ഉണ്ടായിരിക്കുകയല്ലേ ചെയ്യണത്. മറിയം എടുത്തു ചാടി മറുപടി ഉടനെ പറയും. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് അയാൾ അങ്ങനെ പറയേണ്ടതായിരുന്നു സക്കറിയ. അയ്യോ സോറി, തെറ്റിപ്പോയി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. പക്ഷെ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. എന്തൊരു വർത്തമാനമാണ്! അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ ഒരൊറ്റ വാക്കിലാണ് മറിയത്തിൻ്റെ ഫെയ്ത്ത് ഞാൻ പറഞ്ഞ പോലെ 3 phase ആണെന്ന് പറയണത്. സക്രിയക്കും ഫെയ്ത്ത് ഇല്ലെന്നല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പുരോഹിതനാകത്തില്ലല്ല, ഇല്ലെങ്കിൽ ഹോളിസിൽ അങ്ങ് കയറി ശുശ്രൂഷ ചെയ്യത്തില്ലല്ല. അപ്പോൾ അത് ഫെയ്ത്തുണ്ട്, പക്ഷെ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ അത് പുള്ളി ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. അപ്പം എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എലിസബത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എലിസബത്ത് എന്താ പറയണത്? 1:45 വായിച്ചേ. ലൂക്ക 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. അതാണ് സംഭവം. ഇതാണ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പം അതിൻ്റെ മുന്നും പിന്നും നോക്കിയില്ല, അവിടെ റീസൺ ഉപയോഗിച്ചില്ല. വിശ്വാസത്തിലേക്ക് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണി പിടിക്കും. പെട്ടെന്നാണ് മറിയം പറയണത്, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇനി കല്ലറിയട്ടെ, ആൾക്കാർ കൊല്ലാണ്ടിരിക്കുന്ന പ്രശ്നമില്ല, ഞാൻ ദൈവത്തിൻ്റെ വചനം നിറവേറ്റും എന്ന് പറയുമ്പോൾ ഇവരുടെ ഈടുവെപ്പ് വല്ലാത്തൊരു ഈടുവെപ്പാവും. അതുകൊണ്ട് തന്നെ മക്കളെ, ഹെവി ഡ്യൂട്ടി നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആൾക്കാരിങ്ങനെ പല ദൈവത്തെ അറിയാത്തവർ എന്തെല്ലാം തോന്നിയ പറയും. നമുക്ക് ആന്തരികമായ പരിശുദ്ധ നൽകിയ ബോധ്യം ഈ കൃപാസനം തുടങ്ങിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ 37, ഞാൻ ഒരു കുഞ്ഞച്ചനാണെന്ന് 92 അച്ഛനായിട്ട് 4-5 കൊല്ലമായി. അപ്പോൾ കൃപാസനമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഉടമ്പടി ഉണ്ടോ, വാഗ്ദാന പേടകമുണ്ടോ ഒന്നും അറിയത്തില്ല. അതിനെത്രയോ വർഷം കഴിഞ്ഞാൽ അതൊക്കെ വെളിപ്പെടുത്തിയത്. പക്ഷേ അതിനുശേഷം ഞാനത് ഒരു ലീപ്പ് ചെയ്യാനാണ്. ഉടുപ്പും മാറ്റി ഉടനെ കളറൊക്കെ മാറ്റി എനിക്ക് മനസ്സിലായി മിഷണറി ആയിട്ടാണ് കർത്താവിനെ അഭിഷേകം ചെയ്തത്. രൂപതയെ ജീവിക്കുന്ന മിഷണറി, അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പം ആദ്യത്തെ ഒരു വിളി വന്നപ്പോൾ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് ഞാൻ പറയണത് അങ്ങനെയാണ് വിശ്വാസം 3 phase വരണത്. അപ്പം നിങ്ങൾ ഓർക്കുക, ഒരു ഹെവി ഡ്യൂട്ടിയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം 3 phase ആകാനാണ് ദൈവം ഉദ്ദേശിക്കണമെന്ന് വിചാരിച്ചോ. അപ്പം നീ പ്രഗ്നൻ്റാ, നിൻ്റെ കുഞ്ഞ് മരിച്ചു, വീണ്ടും പ്രഗ്നൻ്റായി, പിന്നെയും കുഞ്ഞ് മരിച്ചു, അപ്പോൾ ഹെവി ഡ്യൂട്ടി ആയില്ലേ. അപ്പോൾ ഇനി കൊല്ലാൻ വേണ്ടിയാണ് ഇനി കുഞ്ഞിനെ ജനിപ്പിക്കണേ, ആവശ്യമില്ലാത്ത പണിയാണ്, നിർത്തിയേക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഓരോ കച്ചവടം പരാജയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഓർത്തോ ഇനി ഇത് പോയിട്ട് കാര്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പരീക്ഷ പരാജയപ്പെട്ടു, ഇനി എഴുതണ്ടെന്ന് പറയും. പക്ഷേ അത്
നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നീ സാക്ഷ്യം കേട്ടില്ലേ കൃപാസനത്തിലെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ സത്ത് എടുത്തിട്ട് നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് മുന്നേറണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.